വെൽക്കം ഓൾ ഓഫ് യു. എല്ലാവർക്കും അക്കൗണ്ടിങ് ബിൽഡപ്പ് കോഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഈ പേരൊന്ന് വായിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കി. കാണുന്നില്ലേ? ഒന്ന് വായിച്ചു നോക്കി. സുമ്മ അടി അരിത്തമെറ്റിക് ജോമെട്രിക് പ്രൊപ്പോർഷനേറ്റ് പ്രൊപ്പോർഷനാലിറ്റ. നല്ല രസമുണ്ട് കേൾക്കാമല്ലേ? ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു ഓളുണ്ടാക്കുന്ന ഒരു ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ബുക്കിൻ്റെ പേര്, ഈ ഒരു ബുക്കിലാണ് ഇദ്ദേഹം എന്താണ് നമ്മളെ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞ സംഭവം, ലൂക്കാ പാസിയോളിൻ്റെ ബുക്കാണിത്. 1494 ഇദ്ദേഹം എഴുതിയൊരു ബുക്കാണ്. ഓക്കെ, ഇതൊരു ഇറ്റാലിയൻ വേർഷനാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ പേര്. അല്ല അപ്പോൾ നമ്മളവിടെ പേരുണ്ടാക്കി ചിറകൊടിഞ്ഞ ഗിനാക്കൾ എന്ന പേര് നമുക്ക് ഇതിന് പറ്റൂലല്ലോ അല്ലേ? സോ എന്താണ് സുമ്മാഡി അരിത്തമെറ്റിക് ജോമെട്രിക് പ്രൊപ്പോർഷനേറ്റ് പ്രൊപ്പോർഷനാലിറ്റ എന്ന് പറഞ്ഞാൽ എവ്രിതിങ് അബൌട്ട് ജോമെട്രി പ്രൊപ്പോർഷനേറ്റ് ഒക്കെ പറഞ്ഞാൽ അരിത്തമെറ്റിക്, ഇതായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്നാണ് ഇതിൻ്റെ മീനിങ്. ഈ ഒരു ബുക്കിലാണ് അദ്ദേഹം എന്തിനെ കുറിച്ച് എഴുതിയത്? ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞ സംഭവം എഴുതി. സിസ്റ്റം. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ എന്ത് പറഞ്ഞത്? ഫാദർ ഓഫ് അക്കൗണ്ടിങ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്? അത് പറയാം. അതിന് മുന്നേ അക്കൗണ്ടിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും ചില ടേംസ് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് വരാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടേംസ്, ബേസിക് ടേംസ് റിലേറ്റഡ് വിത്ത് അക്കൗണ്ടിങ്. ബേസിക് ടേംസ്. അപ്പം അതിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ട് ഒന്നാമത്തെ ഒരു ടേം, ട്രാൻസാക്ഷൻ, ബിസിനസ് ട്രാൻസാക്ഷൻ. യെസ്, ഫസ്റ്റ് ടേം ട്രാൻസാക്ഷൻസ്. എന്താണ് ട്രാൻസാക്ഷൻ? നമ്മൾ പറഞ്ഞ ഓൾറെഡി അല്ലേ? ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് നേരിട്ട്? എല്ലാ കാര്യത്തെയും നമുക്കൊരു ബിസിനസ് എന്ന് പറയാൻ പറ്റും. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങി, സുഹൃത്തിൻ്റെ ബർത്ത്ഡേക്ക്, അതൊരു ബിസിനസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്നാൽ നിങ്ങളെന്താണ് വേറൊരാൾക്ക് കൂടുതൽ ലാഭത്തിന് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഗിഫ്റ്റ് വാങ്ങിയത്. നിങ്ങളുടെ കടയിൽ നിങ്ങൾ എന്താണ് കുറേ ഗിഫ്റ്റ് എന്താണ് വാങ്ങി വെച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ട്. അതെന്താണ്? ബിസിനസ്സാണ്. അപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ ഒരു പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ട്. ഓക്കെ, സോ ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോഫിറ്റ് മോട്ടീവാണ്. അതിൽ നടക്കുന്ന ഇടപാടുകൾ, അതാണ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പല രീതിയിലുള്ള ട്രാൻസാക്ഷനാണ്. ഒന്നുകിൽ അത് ക്യാഷ് ട്രാൻസാക്ഷനാണ്, ക്യാഷ് ട്രാൻസാക്ഷൻ. അല്ലെങ്കിൽ ക്രെഡിറ്റ് വരാം. ഇനി അതുമല്ലെങ്കിൽ ബാർട്ടർ സിസ്റ്റം വരാം. ക്യാഷ് ട്രാൻസാക്ഷൻ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളെന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ടാണ് നിങ്ങൾ സാധനം വാങ്ങിക്കുന്നത്. അതിനാണ് ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളെന്താണ് ഒരു 10,000 രൂപ കൊടുക്കുന്നു, എന്നിട്ട് എന്താണ് ഒരു ഫർണിച്ചർ വാങ്ങുന്നു, അത് ക്യാഷ് ട്രാൻസാക്ഷനാണ്. എന്നാൽ നിങ്ങളെന്താണ് ഒരു ഫർണിച്ചർ വാങ്ങുന്നു, എന്നിട്ട് കടക്കാരനോട് പറയുന്നു ഞാനെന്താണ് അടുത്ത ആഴ്ച തരാം പൈസ. ദാറ്റ് ഈസ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ്റെ പ്രത്യേകത അവിടെ എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ് നടക്കില്ല. പേയ്മെൻറ്റ് നടക്കുന്നത് എന്താണ് ഫ്യൂച്ചറിലാണ്. പേയ്മെൻറ്റ് ഇൻ ഫ്യൂച്ചർ. ഓക്കെ, പേയ്മെൻറ്റ് ഇൻ ഫ്യൂച്ചർ. ഇനി മറ്റൊരു ട്രാൻസാക്ഷനാണ് ബാർട്ടർ. ബാർട്ടർ സിസ്റ്റം, ബാർട്ടർ ട്രാൻസാക്ഷൻ. ഗുഡ്സ് എഗെയിൻസ്റ്റ് ഗുഡ്സ് എന്നാണ്. ഗുഡ്സിന് പകരമായിട്ട് ഗുഡ്സ്, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ വ്യത്യസ്തമായ ഇടപാടുകളുടെ രൂപങ്ങളാണ് കേട്ടോ. ഗുഡ്സ് എഗെയിൻസ്റ്റ് ഗുഡ്സ്, ഗുഡ്സ് എഗെയിൻസ്റ്റ് ഗുഡ്സ്. അപ്പോൾ ഒരു ടേം. ഓക്കെ, ഇതൊക്കെ നമുക്കൊന്ന് വായിച്ചു ചെയ്യാം. ബിസിനസ് ട്രാൻസാക്ഷൻ. ദെൻ മറ്റൊരു ടേം ക്യാപിറ്റൽ. വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് ക്യാപിറ്റൽ. എന്താണ് ക്യാപിറ്റൽ? നിങ്ങൾക്കറിയാം, മൂലധനം അല്ലേ? ക്യാപിറ്റൽ നോക്കൂ, ഇതൊരു ബിസിനസ്സാണ് സങ്കല്പിക്കുക. ഓക്കെ, ഇത് നടത്തുന്ന ചെങ്ങായി നിങ്ങളാട്ടോ, അതുകൂടി സങ്കല്പിക്കാം.
ഓക്കെ, നിങ്ങളെന്താണ് ഈ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 5 ലക്ഷം 5 lakh ഇറക്കി അഥവാ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് ഓണറാണല്ലോ, ബിസിനസ്സിൻ്റെ ഓണർ. അപ്പോൾ ഓണർ ആ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത തുകയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഇതിപ്പോൾ ക്യാഷായിട്ടാണ് കിടക്കുന്നത്. ക്യാഷായിട്ടല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ ഈ ഒരു ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് കുറേ ഫർണിച്ചറിൻ്റെ ആവശ്യമുണ്ട്. ഈ ഫർണിച്ചറൊക്കെ ഇയാളെ വീട്ടിൽ കുറച്ച് ഫർണിച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഇവിടെ കുറച്ച് ഫർണിച്ചർ കൊണ്ടുപോയിട്ടു. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി. അപ്പോൾ ഇയാൾ എന്താണ്, ഇപ്പോൾ 2 ലക്ഷത്തിൻ്റെ പ്രോപ്പർട്ടി ഇതിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയെ നമുക്ക് എന്ത് പറയാം? ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തായിട്ടൊക്കെ വരാം? ക്യാഷായിട്ട് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും അസറ്റിൻ്റെ രൂപത്തിൽ പ്രോപ്പർട്ടി ആയിട്ട് വരാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയും വരാം. സോ ദിസ് ഈസ് വാട്ട് ഈസ് ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ടു ദി ബിസിനസ്. അതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ ഇനി ക്യാപിറ്റൽ പഠിക്കുമ്പോൾ തന്നെ ഒപ്പം മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പൈസയാണല്ലോ ഇപ്പോൾ 5 ലക്ഷം എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്നത് അല്ലേ? ഇദ്ദേഹത്തിന് എപ്പോഴെങ്കിലും പൈസയ്ക്ക് ആവശ്യം വരികയാണെങ്കിൽ ഈ 5 ലക്ഷത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് ഇങ്ങോട്ട് പിൻവലിക്കുകയും ചെയ്യാം. അങ്ങനെയും കൊണ്ടാവില്ല. അപ്പോൾ അതൊന്നും ഇദ്ദേഹം എന്താണ് 3 ലക്ഷം പിൻവലിച്ചു. വിഡ്രോ എന്നാൽ പിൻവലിക്കുക. അങ്ങനെ ഈ ഒരു ബിസിനസ്സിൻ്റെ ഓണർ അയാളുടെ സ്വന്തം ബിസിനസ്സിൽ നിന്ന് എന്ത് ചെയ്യാണ്? അയാളുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് പിൻവലിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രോയിങ്സ്. അപ്പോൾ ക്യാപിറ്റൽ പഠിക്കുമ്പോൾ തന്നെ മറ്റേ ടേം കൂടി പഠിക്കുക, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ വിഡ്രോ ബൈ ദി പ്രൊപ്പറേറ്റർ ഓർ ഓണർ ഫ്രം ദി ബിസിനസ് നിന്നും ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് പിൻവലിച്ചു. ദാറ്റ് ഈസ് ഡ്രോയിങ്സ്. ഓക്കെ, ഇതൊന്നും വായിക്കാം നമുക്ക്. ഓക്കെ, ദെൻ 4ാമത്തെ ഒരു ടേം അസറ്റ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടേമാണ് അസറ്റ്സ്. നോക്കാം, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ബിസിനസ്. ഇപ്പോൾ ഇതിലേക്ക് 5 ലക്ഷം ക്യാഷായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, 5 lakh. ഓക്കെ, ഈ ഒരു വ്യക്തിയാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലേ, 5 ലക്ഷം. ഇനി ഈ 5 ലക്ഷം ആ ഒരു എമൗണ്ടിൽ നിന്ന് ഇദ്ദേഹത്തിന് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ ഇദ്ദേഹം എന്താണ് മെഷീനറി വാങ്ങിച്ചു. ഒരു 50,000-ന് എന്ത് വാങ്ങിച്ചു? മെഷീനറി വാങ്ങിച്ചു. ഓക്കെ, പിന്നെ എന്താണ് ഫർണിച്ചർ വാങ്ങിച്ചു, അല്ലെങ്കിൽ മറ്റെന്താണ് പ്രോപ്പർട്ടീസ് വാങ്ങിച്ചു, അതർ പ്രോപ്പർട്ടീസ്, വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഒരു 60,000-ന് അതർ പ്രോപ്പർട്ടീസ്. ദെൻ കുറേ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. ഒരു 20,000 രൂപേൻ്റെ സാധനം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, സോ നോക്കൂ, ഇപ്പോൾ ഇവിടെ ഈ 5 ലക്ഷം, ഈ 5 ലക്ഷത്തിൽ നിന്നാണ് ഈ എമൗണ്ടൊക്കെ പോകുന്നത്, അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ 5 ലക്ഷം കുറഞ്ഞു വരും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. സോ എന്തായാലും ഇവിടെ എന്തുണ്ട്? ക്യാഷ് ഉണ്ട്, പിന്നെ മെഷീനറി ഉണ്ട്, ഫർണിച്ചർ പോലുള്ള മറ്റ് പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക? അസറ്റ് എന്നാണ്, അസറ്റ്സ്. അപ്പോൾ നോക്കിയേ, മെഷീനറി എന്ന് പറയുന്ന ഒരു അസറ്റാണ്. മറ്റു പ്രോപ്പർട്ടീസ്, ഫർണിച്ചർ, മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു അസറ്റ്സ് ആണ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകിച്ച് ഈ മെഷീനറി, ഫർണിച്ചർ എന്നൊക്കെ പറയുന്ന സാധനം ഇത് നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ച സാധനമല്ല. ഇതൊക്കെ എന്താണ്? ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ബിസിനസ് റണ്ണ് ചെയ്യാൻ വേണ്ടിയിട്ട് ദീർഘകാലത്തേക്ക് വാങ്ങിച്ചു വെച്ചിട്ടുള്ള അസറ്റ്സ് ആണ്. അതുകൊണ്ടൊക്കെ
ഇതിനെ ഫിക്സഡ് അസറ്റ് എന്ന് പറയും. ഫിക്സഡ് അസറ്റ്, ബിസിനസ്സിൻ്റെ ദീർഘകാലത്തേക്കുള്ള അസറ്റിനാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയും. ഇനി നോക്കിയേ, ക്യാഷ്. ക്യാഷിനെ നമ്മളെന്താണ് ഒരു ഫിക്സഡ് അസറ്റായിട്ട് പറയില്ല, അതിനെ കറണ്ട് അസറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കറണ്ട് അസറ്റ്. ഈ കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ദീർഘകാലത്തേക്ക് വാങ്ങി വയ്ക്കുന്ന അസറ്റുകളൊക്കെ ഫിക്സഡ് അസറ്റ് എന്നും, ഷോർട്ട് ടേം ആവശ്യത്തിന് കുറഞ്ഞ സമയത്തേക്ക് വാങ്ങി വയ്ക്കുന്ന അസറ്റുകളെ നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയും. ഇപ്പോൾ നോക്കൂ, ഇവിടെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, ഗുഡ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് എന്നൊക്കെ പറയാം. ഈ ഗുഡ്സ് ഓർ സ്റ്റോക്ക് എന്നൊക്കെ പറയുന്നത് എന്താണ്? കറണ്ട് അസറ്റാണ്. ഓക്കെ, സോ അസറ്റ് എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെയൊക്കെ തരംതിരിക്കാം? ഫിക്സഡ് അസറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് കറണ്ട് അസറ്റ് ഉണ്ട്. ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്. ഇനി വേറൊരു രീതിയിലുള്ള അസറ്റും കൂടി ഉണ്ട്. ഇപ്പം നിങ്ങളെന്താണ് വേറൊരാളുടെ ബിസിനസ്സിൽ വാങ്ങിയിരിക്കുക, മറ്റൊരാളുടെ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഒരുമിച്ചിട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു 10 ലക്ഷം കൊടുത്തിട്ടാണ് ആ ബിസിനസ്സിനാണ് വാങ്ങിച്ചത്. ഓക്കെ, ഇതാണ് ആ ബിസിനസ്. അപ്പോൾ നിങ്ങൾ ഈ ബിസിനസ് വാങ്ങിക്കുമ്പോൾ അതിൽ ഒരുപാട് പ്രോപ്പർട്ടീസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ അതിൻ്റെയൊക്കെ വില നോക്കി. അപ്പോൾ ഒക്കെപ്പാടെ വില നോക്കിയപ്പോൾ ആകെ അതൊരു 8 ലക്ഷം ഉറുപ്പ്യേൻ്റെ സാധനമാണ്. 8 ലക്ഷം ഉറുപ്പ്യേൻ്റെ സാധനമാണ് ആകെ ഈ ബിസിനസ്സിൽ ഉണ്ടായിരുന്ന സാധനം. ആ 8 ലക്ഷം ഉറുപ്പ്യേൻ്റെ സാധനമാണ് നിങ്ങൾ 10 ലക്ഷം കൊടുത്ത് വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര എക്സ്ട്രാ കൊടുത്തു? 2 ലക്ഷം നിങ്ങൾ എക്സ്ട്രാ കൊടുത്തു. ഈ എക്സ്ട്രാ കൊടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ചിലപ്പം ഇവരുടെ ബിസിനസ്സിൻ്റെ ആ സൽപ്പേരിന് കൊടുത്ത എമൗണ്ട് ആയിരിക്കും, റെപ്യൂട്ടേഷന് കൊടുത്ത എമൗണ്ട് ആയിരിക്കും. അതിനെ നമ്മൾ ഗുഡ് വിൽ എന്നൊക്കെ പറയാം. ഗുഡ് വിൽ. പക്ഷേ ഈ സാധനം നമ്മളിത് തിരഞ്ഞാൽ കാണില്ല. ഇപ്പോൾ ഫർണിച്ചർ നോക്കിയാൽ കാണും, പക്ഷേ ഗുഡ് വിൽ അവിടെ ഉണ്ടാകും നോക്കിയാൽ കാണില്ല. അങ്ങനെ നമ്മൾക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത, തൊടാൻ പറ്റാത്ത, അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത ഒരു അസറ്റാണ് ഗുഡ് വിൽ. ആ ബിസിനസ്സിന് ആ സൽപ്പേരില്ലെങ്കിൽ ഒരിക്കലും അത് റൺ ചെയ്യാൻ പറ്റില്ല. സോ അത്തരത്തിലുള്ള അസറ്റും ഉണ്ടാവാം. അതിനെ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയാം. ഇൻടാഞ്ചിബിൾ അസറ്റ്. സോ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ് സ്ഥാപനം കൈവശം വെച്ചിരിക്കുന്ന എന്ത് സാധനങ്ങളെ നമുക്ക് അസറ്റ്സ് എന്ന് വിളിക്കാം. ക്യാഷ് ഓർ എനി വാല്യുബിൾ ഓൺഡ് ബൈ ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ സ്വന്തമായിട്ടുള്ള എല്ലാ സാധനങ്ങളെയും, ക്യാഷ് ആയിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, ഏത് പ്രോപ്പർട്ടി ആയിക്കോട്ടെ, അതിനൊക്കെ നമ്മൾ എന്താണ് അസറ്റ്സ് എന്ന് പറയാം. അതിൽ ഫിക്സഡ് അസറ്റ് ഉണ്ടാവാം, കറണ്ട് അസറ്റ് ഉണ്ടാവാം, അതുപോലെ തന്നെ എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ്, കാണാൻ പറ്റാത്ത രീതിയിലുള്ള അസറ്റും ഉണ്ടാവാം. ഓക്കെ, ദെൻ അസറ്റിനെ പോലെ തന്നെ മറ്റൊരു പ്രധാനമായിട്ടുള്ള ഒരു ടേമാണ് ലയബിലിറ്റീസ്. ഇത് ബിസിനസ് സ്ഥാപനം കൈവശം വെച്ചിരിക്കുന്ന മുതലുകളാണ് ഇതൊക്കെ, അല്ലേ? ചിലപ്പോൾ ബിസിനസ് സ്ഥാപനത്തിന് ചെറിയ ബാധ്യതകൾ ഉണ്ടായിരിക്കും, പുറമേക്കാരോട് ബാധ്യത ഉണ്ടായിരിക്കാം. ഇങ്ങനെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഒബ്ലിഗേഷൻസിനെയാണ് നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ലയബിലിറ്റീസ്, ഒബ്ലിഗേഷൻ ടു അതേഴ്സ്. മറ്റുള്ളവരോട് ബിസിനസ് സ്ഥാപനത്തിനുള്ള കടപ്പാട്, ഒബ്ലിഗേഷൻസ്. ഇപ്പോൾ നോക്കൂ, ഒരു ബിസിനസ് സ്ഥാപനം, ഈ ബിസിനസ് സ്ഥാപനം ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പുറമെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഒരു ബാങ്ക് ഉണ്ട്, ഈ ബാങ്കിൻ്റെ അടുത്ത് നിന്ന് എന്താണ് ഒരു 2 ലക്ഷം വാങ്ങിയിരിക്കുക. കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യണം, അത് തിരിച്ചു കൊടുക്കണം. വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് വാങ്ങിയിട്ടുണ്ടാവും, ചിലപ്പം വ്യക്തിയോട് വാങ്ങിയിട്ടുണ്ടാവും പൈസ 1 ലക്ഷം. ചിലപ്പോൾ അയാളുടെ എന്താണ് 1 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞ് വാങ്ങി വെച്ചായിരിക്കും. അങ്ങനെ വ്യക്തികളോട് വാങ്ങാം, ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വാങ്ങിക്കാം, ബാങ്ക്, ഇത്തരത്തിലുള്ള സംഭവം. ഇങ്ങനെ പുറമേക്കാരോടൊക്കെ കടബാധ്യത ഉണ്ടായിരിക്കാം. ഇനി അതൊക്കെ പോട്ടെ, നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നത് ഒരു വ്യക്തിയാണ്. സപ്പോസ് ഈ ഒരു വ്യക്തി ഇതിൽ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, നിക്ഷേപിച്ചിട്ടുണ്ട്. എത്ര? ഒരു 5 ലക്ഷം നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം,
ഇത് സംഭവം ഇയാളെ ബിസിനസ്സൊക്കെ തന്നെയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് ഉണ്ട്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ഓർ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഇത് പറയുന്നത് എന്താ വെച്ചാൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയും ഇയാൾ, അതുപോലെ തന്നെ ഇയാൾ നടത്തുന്ന ബിസിനസ്സും രണ്ടും രണ്ടായിട്ട് കാണണം. എന്ന് പറഞ്ഞാൽ എന്തായി, ഇയാളൊരു വ്യക്തിയായിട്ട് കണ്ടു, ഇയാളെ മറ്റൊരു വ്യക്തിയായിട്ട് കണ്ടു. ബിസിനസ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഇസ് ഓണേഴ്സ്. ഓണേഴ്സിൽ നിന്ന് വ്യത്യസ്തമാണ് ബിസിനസ്. അങ്ങനെ ആകുമ്പോൾ എന്തായി, ഇയാൾക്ക് കടം കൊടുത്ത പോലെയായി. എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്, ഇയാൾ നമുക്ക് തന്ന 5 ലക്ഷം തിരിച്ച് ആർക്കെന്നെ കൊടുക്കണം, ഈ ഓണർക്കെന്നെ കൊടുക്കണം. സോ ഓണറോടൊരു ബാധ്യതയുണ്ട്, അതൊരു ബാധ്യതയാണ്. ആ ഓണറോടുള്ള ബാധ്യതയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഓണറോടുള്ളൊരു ബാധ്യത അത് ക്യാപിറ്റൽ, പുറമക്കാരോടുള്ള ബാധ്യത അതിനെ മൊത്തത്തിൽ നമുക്ക് ലയബിലിറ്റീസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ബാധ്യതകൾ ഈ രീതിയിലൊക്കെ വരാം. അപ്പോൾ ഇതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ കോൺസെപ്റ്റൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ക്ലാസ്സിലേക്ക് വരാം. അതവിടെ നിൽക്കട്ടെ. ദെൻ ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് എന്ത് പറയാം, ലയബിലിറ്റീസിൽ എന്തുണ്ട്, ലോങ് ടേം ലയബിലിറ്റീസ് ഉണ്ട്, അതുപോലെ ഷോർട്ട് ടേം ലയബിലിറ്റീസ് ഉണ്ട്. ലോങ് ടേം ആയിട്ടുള്ള ബാധ്യതകൾ, അതുപോലെ തന്നെ ഷോർട്ട് ടേം ആയിട്ടുള്ള ബാധ്യതകൾ. ഇപ്പോൾ ലോങ് ടേം അസറ്റ്, ഫിക്സഡ് അസറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ തന്നെ ലോങ് ടേം ലയബിലിറ്റി, അതുപോലെ ഷോർട്ട് ടേം ലയബിലിറ്റി. ഫിക്സഡ് ലയബിലിറ്റി, കറണ്ട് ലയബിലിറ്റി എന്നും പറയാം. ഫിക്സഡ് ലയബിലിറ്റി അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി. ഫിക്സഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ദീർഘകാലം കൊണ്ട് നമ്മൾ വീട്ടിയാൽ മതി. ഇപ്പോൾ ഓണറോടുള്ള ബാധ്യതയൊക്കെ എന്താണ്, അതൊക്കെ ഒരു ദീർഘകാല ബാധ്യതയായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാൻ പറ്റും. ഈ സ്ഥാപനം പൂട്ടി പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്താൽ ഇയാളെ പൈസ തിരിച്ചു കൊടുത്താൽ മതി, ആ രീതിയിലാക്കാം. ഇനി ഷെയറുകളൊക്കെ, ഡിബഞ്ചറുകളൊക്കെ ചിലപ്പോൾ ഇഷ്യൂ ചെയ്യും. സ്ഥാപനങ്ങൾക്ക് ക്യാപിറ്റൽ സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് കമ്പനീൻ്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ എന്താണ് ഷെയറുകളൊക്കെ വിൽക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുകയാണ്, ആ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ഒരു 4-5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് അതിൻ്റെ പൈസയൊക്കെ നമുക്ക് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിനൊക്കെ എന്താണ് ലോങ് ടേം ആയിട്ടുള്ള ബാധ്യതകളായിട്ടാണ് പറയുന്നത്, ലോങ് ടേം ലയബിലിറ്റീസ്. അതുപോലെ തന്നെ എന്താണ് ഷോർട്ട് ടേം ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ബാങ്ക് ഈ വ്യക്തിയുടെ അടുത്ത് നമ്മൾ പൈസ വാങ്ങി അടുത്ത മാസം തരാമെന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ കറണ്ട് ലയബിലിറ്റീസ് ആണ്. ഇങ്ങനെ ഈ ഒരു ചെങ്ങായിൻ്റെ അടുത്ത് നിന്ന് നമ്മളിത് പൈസ വാങ്ങി ഇയാളെ നമ്മൾ ക്രെഡിറ്റർ എന്നാണ് പറയുക, ക്രെഡിറ്റേഴ്സ്. മനസ്സിലായി? പുതിയൊരു ടേമാണ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കറണ്ട് ലയബിലിറ്റിയാണ് ക്രെഡിറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ബിസിനസ് ട്രാൻസാക്ഷൻ, ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, അസറ്റ്സുകൾ എന്താണ്, ലയബിലിറ്റീസ് എന്താണ്. ഇനി ഇതുപോലുള്ള ധാരാളം ടേമുകളുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താണ് ആ കാര്യങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇത് എല്ലാ ടേംസും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് വലുതാവും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.